ഈ വിൻഡോ കണ്ടിട്ട് എങ്ങനെയുണ്ട്? വലിയ വിൻഡോ ആയിട്ട് തോന്നുന്നുണ്ടോ? കാണാൻ ഭംഗിയുണ്ടോ? എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്തുകൂടാ? കാരണം ഇനിയുള്ള ഫ്യൂച്ചർ 2030-35 ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു പെയിന്ററിന്റെ സാലറി തന്നെ 2,000-2,500 റുപ്പീസ് ആവുന്നതാണ് എന്റെ എക്സ്പെക്ടേഷൻ. അങ്ങനെ വരുമ്പോൾ വുഡിന്റെ വിൻഡോ ഒക്കെ ഫിക്സ് ചെയ്യുവാണെങ്കിൽ എത്രമാത്രം അതിന്റെ കോസ്റ്റ് പെയിന്റിംഗിൽ തന്നെ എന്തുമാത്രം കൂടും എന്നുള്ളത് നമ്മൾ എപ്പോഴും ചിന്തിച്ചോണം. എങ്ങനെ പോയാലും 8 വർഷം 9 വർഷം കഴിയുമ്പം എന്തായാലും പെയിന്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അങ്ങനെ പെയിന്റ് ചെയ്യുമ്പം നമുക്ക് ആ വിൻഡോയുടെ പുറത്തുനിന്നും പെയിന്റ് ചെയ്യണം, അകത്തുനിന്നും പെയിന്റ് ചെയ്യണം. തടിയാണെങ്കിൽ തടിയുടെ ക്വാളിറ്റി ശരിയില്ലെങ്കിൽ അത് അതിനെക്കാട്ടി ഹെഡേക്ക്. ഇപ്പോഴത്തെ ഒരു പുതിയ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓൾറെഡി ഉണ്ട്. UPVC എന്നുള്ളൊരു മെറ്റീരിയലാണ്. അവർ തന്നെ 20 ഇയർ വാറണ്ടി തരുന്നുണ്ട്. അതിനകത്ത് ഫേഡിങ്ങോ അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതേപോലത്തെ വിൻഡോകൾ നമ്മൾ ഫിക്സ് ചെയ്യുവാണെങ്കിൽ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ഈ വ്യൂവിനാണ് ഏറ്റവും വലിയ ഒരു വാല്യൂ നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ സാധാരണ വുഡൻ വിൻഡോ ഒക്കെ വെച്ച് കഴിഞ്ഞാൽ 50 സെന്റിമീറ്റർ അല്ലെങ്കിൽ 60 സെന്റിമീറ്റർ ചെറിയ ഷട്ടേഴ്സാണ് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ വരുന്ന മാക്സിമം വെട്ടം വരുന്നത് വളരെ കുറവായിരിക്കും. ഇതേപോലത്തുള്ള വിൻഡോകൾ നമ്മൾ ഫിക്സ് ചെയ്യുവാണ്. ഇപ്പം വിൻഡോ ഞാൻ വെച്ചിട്ടില്ല, ഇപ്പം ഞാൻ ഗ്രില്ല് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ പുറത്ത് ഇനി ആ വിൻഡോ വരും. അങ്ങനെ ആകുമ്പോൾ ഈ വ്യൂ അതേപോലെ നിൽക്കുകയും ചെയ്യും. ഓപ്പൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല കാറ്റും വെളിച്ചവും ശരിക്കും ഉണ്ടാവുകയും ചെയ്യും. 20 കൊല്ലം വരെ നമുക്ക് അവിടെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലെങ്കിൽ 20 കൊല്ലം കൊണ്ട് 3 പ്രാവശ്യമെങ്കിലും നമുക്ക് പെയിന്റ് ചെയ്യേണ്ടി വരും. അതിനെ നമുക്ക് ഒഴിവാക്കാം.